വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഞാൻ രാഹുൽ. CSEBയുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. എവർക്കും അറിയാവുന്ന കാര്യമാണ്, CSEB ജൂനിയർ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മാസ്റ്റർ കി അക്കാഡമി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം വെച്ചിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ നമ്മൾ എന്താണ് ഓരോ പാർട്ടായിട്ട് കുറേശ്ശെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലനേഷൻ സഹിതം ഓരോ ക്ലാസ്സുകളായിട്ട് പോവുകയാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗം നമുക്ക് എന്താണ് ഓക്കെ ആക്കി എടുക്കാം എക്സാം ആകുമ്പോഴേക്കും. മറ്റു മത്സര പരീക്ഷകളെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. മീൻസ് നമുക്ക് മറ്റു മത്സര പരീക്ഷകൾക്ക് PSC, SSC ഈ എക്സാമുകൾക്കൊക്കെ എന്താണ് ഒരു ഹെഡിൽ നിന്നും അല്ലെ ഒരു ഗ്രാമർ ടോപ്പിക്ക് ഒരു വൊക്കാബുലറി ഹെഡിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. പക്ഷേ CSEBയുടെ എക്സാമിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്താൽ അടുപ്പിച്ചൊരു 10 ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് വെർബ് ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ് എന്നും പറഞ്ഞൊരു ഹെഡ് കൊടുത്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ കൊടുക്കും. ചിലപ്പോൾ ആ 10 ക്വസ്റ്റ്യനും എന്തിൽ നിന്നായിരിക്കാം, ടെൻസിൽ നിന്നായിരിക്കാം. അല്ലെങ്കിൽ അത് ഒരു 8 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യനും കറക്റ്റ് ടെൻസിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ 2 ഇഫ് ക്ലോസ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 2 കോൺകോഡ് എങ്ങാനും കാണും. ഏകദേശം ഫുൾ ക്വസ്റ്റ്യൻസും ടെൻസിനെ ബേസ് ചെയ്താണ് ഒരു പകുതി ക്വസ്റ്റ്യനും പോകുന്നത്. അപ്പോൾ നമുക്ക് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ ആണുള്ളത്. 10 മാർക്കാണ്, അര മാർക്ക് വീതം 20 ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ടെൻസിൽ നിന്ന് അല്ലെങ്കിൽ ടെൻസിൻ്റെ കൂടെ എന്താണ് ചിലപ്പോൾ കോൺകോഡോ അല്ലെങ്കിൽ ഇഫ് ക്ലോസോ ഒക്കെ കണക്ട് ചെയ്ത് വരും, ഇൻഫിനിറ്റീവ് കണക്ട് ചെയ്ത് വരും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുന്നത് ഒരു 2 സിനോണിംസ്, 2 ആൻറ്റണിംസ് അല്ലെങ്കിൽ മറ്റ് ഗ്രാമർ ഹെഡുകളിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി കാണും. ഒരു ആർട്ടിക്കിളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ, പ്രിപ്പോസിഷനകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ്റെ അകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ, ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ CSEBയുടെ നിലവിലെ ക്വസ്റ്റ്യൻ ഒക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഞാനൊരു 15 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ടെൻസ് നല്ലപോലെ അങ്ങ് പഠിച്ചാൽ പോലും നമുക്ക് എന്താണ് CSEBയുടെ പകുതി മാർക്ക് കയ്യിലാവുകയാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻസിനകത്തോട്ട് പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കേ, ഹെഡ് ഇതാണ്, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡോഗ് ബ്രാക്കറ്റിൽ റൺ ഇൻ ദ പാർക്ക് every day. Option A run, option B is running, option C runs, option D running. ഏതായിരിക്കാം ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ C ആണ്, റൺസ് ആണ്. എന്തുകൊണ്ടാണ്? നോക്കൂ, ഇതേ പാറ്റേൺ, ഇതേ ഹെഡ്, ഇതേപോലെ തന്നെ എന്താണ് ഈ ഒരു ടൈം വേർഡ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് CSEB. നമുക്ക് നോക്കാം. ദ ഡോഗ് ഡാഷ് ഇൻ ദ പാർക്ക് എവരി ഡേ. അപ്പൊ എന്താണ്? ഡോഗ് പാർക്കിൽ കൂടെ എല്ലാ ദിവസവും എന്താണ് ഓടുന്നു. അതെന്താകുന്നു? ഒരു ഹാബിച്വൽ ആക്ഷൻ ആകുന്നു, പതിവായി ചെയ്യുന്ന പ്രവൃത്തിയാകുന്നു. പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുവാൻ, ഹാബിച്വൽ ആക്ഷൻസിനെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ഹാബിച്വൽ ആക്ഷൻസ്, പതിവായി ചെയ്യുന്ന പ്രവൃത്തികൾ, ഇത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിന് ശേഷം, ഇവിടുത്തെ സബ്ജക്റ്റ് ദ ഡോഗ് ആണ്, ആ സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ V1 ഫോം ഉപയോഗിക്കുക. അപ്പോൾ V1 ഫോം എന്ന് പറയുമ്പോൾ അത് സിംഗുലറും ഉണ്ടാകും, പ്ലൂറലും ഉണ്ടാകും. ഇവിടെയും ഉണ്ടല്ലോ, റൺസ് സിംഗുലർ ആണ്, അതേപോലെ റൺ എന്താണ്? പ്ലൂറൽ ആണ്. റൺസ് എന്ന് പറഞ്ഞാലും റൺ എന്ന് പറഞ്ഞാലും ഇത് രണ്ടും വെർബിന്റെ V1 ഫോം ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കും? ഒന്ന് സിംഗുലർ ആണ്, ഒന്ന് പ്ലൂറൽ ആണ്. ഇവയിൽ ഏത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കും? നോക്കേ, ദ ഡോഗ് എന്ന സബ്ജക്റ്റ്, നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ദ ഡോഗ് സിംഗുലർ ആണ്. കോൺകോഡിന്റെ റൂളാണ്, സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം
പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ദ ഡോഗ് എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബായ ഏത് ഉപയോഗിച്ചു? റൺസ് ഉപയോഗിച്ചു. അപ്പോൾ ഒരു വെർബ് കാണുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ എന്താണ് വെർബ് എന്ന് പറഞ്ഞാൽ? എന്താണ് വെർബ്? വാട്ട് എ സബ്ജക്റ്റ് ഡസ്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെയാണ് വെർബ് എന്ന് വിളിക്കുന്നത്. വാട്ട് എ സബ്ജക്റ്റ് ഡസ്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ നമുക്ക് വിളിക്കാം വെർബ് എന്ന്. ഈറ്റ്, ഡ്രിങ്ക്, വാക്ക്, റൺ, റൈറ്റ്, സിംഗ്, ഡാൻസ്. ഇരിക്കുക, നടക്കുക, കുടിക്കുക, പഠിക്കുക, എഴുതുക, ഇതൊക്കെ എന്താണ്? വെർബിന് ഉദാഹരണമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വെർബിനോടൊപ്പം യെസ് അഥവാ es ഉണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. ഒരു വെർബിനോടൊപ്പം യെസ്സോ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. ഇപ്പൊ പ്ലേ എന്ന് പറഞ്ഞാലും പ്ലേസ് എന്ന് പറഞ്ഞാലും ഇത് രണ്ടും വെർബിന്റെ B1 ഫോം ആണ്. അതിൽ ഒന്ന് സിംഗുലർ ആണ്, ഒന്ന് പ്ലൂറൽ ആണ്. സിംഗുലർ ഏത്, പ്ലൂറൽ ഏത് എങ്ങനെ മനസ്സിലാക്കും? ഒരു വെർബിനോടൊപ്പം യെസ് അഥവാ ഇഎസ് ഉണ്ടെങ്കിൽ അത് സിംഗുലറും അതില്ലാത്തത് പ്ലൂറലുമാണ്. അപ്പൊ ആ ഭാഗം ഓക്കെ ആയല്ലോ. നമ്മൾ വേണ്ടുന്ന ബേസ് എല്ലാം കേട്ടോ, വേണ്ടുന്ന ബേസ് എല്ലാം പറഞ്ഞാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന് നോട്ട്സ് എഴുതിയെടുത്ത് പഠിച്ചാൽ മാത്രം മതി. ഇംഗ്ലീഷിന്റെ 10 മാർക്ക് നമുക്ക് എന്താണ് നേടിയെടുക്കാൻ സാധിക്കും. നോക്കിയേ, ദ ഡോഗ് എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബായ റൺസ് ഉപയോഗിച്ചു. അപ്പൊ ഒന്നുകൂടെ പറയുകയാണ്, ദ ഡോഗ് ഡാഷ് ഇൻ ദ പാർക്ക് എവരി ഡേ. അപ്പൊ എല്ലാ ദിവസവും ഡോഗ് പാർക്കിലൂടെ ഓടുന്നു. അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്, പതിവായി ചെയ്യുന്ന പ്രവൃത്തിയാണ്. പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുവാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഡോഗ് സിംഗുലർ ആയതുകൊണ്ട് V1 ഫോമിൽ റൺസ് ഉപയോഗിച്ചു. അപ്പൊ നോക്കേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യാം. അപ്പം എല്ലാ ദിവസവും ഡോഗ് പാർക്കിലൂടെ ഓടുന്നു, അത് ഹാബിച്വൽ ആക്ഷൻ ആണ്, അങ്ങനെ മനസ്സിലാക്കി നമുക്ക് ആൻസറിലോട്ട് പോകാം. അല്ലെങ്കിൽ ഈ എവരിഡേ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു ടൈം വേർഡ് ആണ്. അപ്പൊ നോക്കുക, എവരിഡേ എന്ന ടൈം വേർഡ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്താകുന്നു? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുമ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ദ ഡോഗ് എന്ന സബ്ജക്റ്റിന് ശേഷം എന്തുപയോഗിച്ചു? V1 ഫോം ഉപയോഗിച്ചു, റൺസ് ഉപയോഗിച്ചു. അപ്പൊ ഈ രീതിയിലും നമുക്ക് എന്താണ് ഇതിന്റെ ആൻസറിലോട്ട് എത്താം. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ മറ്റു ടൈം വേർഡുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ്. ഇവിടുന്ന് തന്നെ കേട്ടോ, ഈ ഇടയ്ക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്തൊക്കെ എന്താ, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഈ ഒരു സിമ്പിൾ പ്രസന്റിന്റെ ടൈം വേർഡ് ഉപയോഗിച്ച് തന്നെ അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സിമ്പിൾ പാസ്റ്റിന്റെ അതേപോലെ എന്താ അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ, ഒരേ ഹെഡിൽ നിന്ന് തന്നെ എന്താണ് അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോർമാറ്റ് ഇതാണ്, സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ടൈം വേർഡ്സിലോട്ട് നമുക്ക് പോകാം. നോക്കുക, ഇത്രയും ടൈം വേർഡ്സ് നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കുക. ഈ ഹെഡിന്റെ അണ്ടറിലാണ്, സിമ്പിൾ പ്രസന്റ് എന്ന ഹെഡിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ ടൈം വേർഡ്സ് പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പിക്കുക. സിമ്പിൾ പ്രസന്റിന്റെ ടൈം വേർഡ്സ് ആണ് ഇവയെന്ന് ഉറപ്പിച്ച് പഠിച്ചു വെക്കുക. എന്തെങ്കിലും കഥകളോ ക്ലൂവോ കോഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് പഠിക്കുക, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. കാണാതെ പഠിച്ചേ പറ്റൂ. ഒരു 3 എണ്ണം വീതമൊക്കെ എഴുതി പഠിക്കുക. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി. ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി. ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി. ആദ്യം തൊട്ട് യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി. റെയർലി, ഹാർഡ്ലി. റെയർലി, ഹാർഡ്ലി. ആദ്യം തൊട്ട് പഠിക്കാം. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, റെയർലി, ഹാർഡ്ലി. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. ഇപ്പൊ വന്നില്ലയോ ക്വസ്റ്റ്യൻ? ഈ ഭാഗത്തു നിന്നാണ്. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ.
ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകുന്നു. ഡേ, വീക്ക്, മന്ത്, ഇയർ അങ്ങനെ അങ്ങ് ഓർക്കുക. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. ഒരു 4 എണ്ണം കൂടെ ഉള്ളൂ. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. എന്നിട്ട് ഒരു വട്ടം കൂടെ പറയാം. യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഡെയിലി. എന്നിട്ട് ഒന്നുകൂടെ പറയാം. യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, റെയർലി, ഹാർഡ്ലി. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. ഓഫൺ, ഓൾവേസ്, സെൽഡം, നെവർ. ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡുകളാണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടൈം വേർഡ് നമ്മുടെ സെന്റൻസിൽ കണ്ടാൽ, ഒരു ക്വസ്റ്റ്യൻ തരുന്നു, ആ ക്വസ്റ്റ്യൻ്റെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ടൈം വേർഡ്, ഒരു ടൈമിംഗ് വേർഡ് സെന്റൻസിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പ്രസന്റിന്റെ ഫോർമാറ്റ്. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് നോക്കി സിംഗുലർ പ്ലൂറൽ നോക്കി എഴുതാൻ മറക്കരുത്. അപ്പം കണക്ട് ചെയ്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നോക്കി, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഹി സെൽഡം ബ്രാക്കറ്റിൽ വിസിറ്റ് ഹിസ് ഫ്രണ്ട്സ്. ഓപ്ഷൻ എ visits, option B visiting, option C to visit, option D none of these. ഓക്കെ, ഇവിടെ ആൻസർ എന്തായിരിക്കും? he seldom dash his friends. ഇവിടെ നമ്മളൊരു ടൈം വേർഡ് കണ്ടു. ഏതാണ് നമ്മൾ കണ്ട ടൈം വേർഡ്? സെൽഡം ആണ്. ഈ സെൽഡം എന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈം വേർഡ് അല്ലേ സെൽഡം. അപ്പൊ നമ്മൾ അവിടെ എന്താണ്? സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ V1 ഫോം നോക്കിയപ്പോൾ എന്താണ്? വിസിറ്റ്സ് ഉണ്ട്. ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ സിംഗുലർ വെർബ് തന്നെ ഉപയോഗിക്കണം. ഇവിടെ ആൻസർ എന്താണ്? വിസിറ്റ്സ് ആണ്. ഹി സെൽഡം വിസിറ്റ്സ് ഹിസ് ഫ്രണ്ട്സ് എന്നാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തോട്ട് നമുക്ക് പോകാം. We dash the movie last week. Option A so, option B see, option C are seeing, option D none of these. ഇവിടെ ആൻസർ ഏതാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, സോ ആണ്. എന്തുകൊണ്ട്? ഈ സെന്റൻസിലും നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ മറ്റൊരു ടൈം വേർഡ് കണ്ടു. ഏതാണ് നമ്മൾ കണ്ട ടൈം വേർഡ്? ലാസ്റ്റ് വീക്ക് ആണ് കേട്ടോ. ലാസ്റ്റ് വീക്ക് ആണ്. അപ്പൊ ഈ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് എന്താകുന്നു? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു. ലാസ്റ്റ് വീക്ക് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താണ്? ടെൻസ് ഫോർമാറ്റ് എന്താണ്? സിമ്പിൾ പ്രസന്റിന്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ് എന്താണ്? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നോക്കേ, ലാസ്റ്റ് വീക്ക് എന്ന ടൈം വേർഡ് കണ്ടു. ലാസ്റ്റ് വീക്ക് എന്ന ടൈം വേർഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സോ നമ്മൾ V എന്ന സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V2 ഫോമായ ഏത് ഉപയോഗിച്ചു? സോ ഉപയോഗിച്ചു. മീൻസ് സിയുടെ V2 ഫോം ഏതാകുന്നു? സോ ആകുന്നു. സി, സോ, സീൻ എന്നാണ് V1, V2, V3 ഫോംസ്. സി, സോ, സീൻ. സോ ആൻസർ we saw the movie last week. നെക്സ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ പോവുകയാണ്. നോക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നോക്കാം എന്തൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ മതി നിങ്ങൾക്ക് പല പരീക്ഷകൾക്ക്, ഇനി അങ്ങോട്ടുള്ള ഏത് CSEB എക്സാമിനും എന്താണ് ഒരു 2 മാർക്ക് കിട്ടാൻ കേട്ടോ. മീൻസ് സിമ്പിൾ പ്രസന്റിന്റെ സിമ്പിൾ പാസ്റ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ വീതം ഒക്കെ എന്താണ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നോക്കി,
യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. ബിഫോർ പ്രീവിയസ് ഫോർമർ. ബിഫോർ പ്രീവിയസ് ഫോർമർ. ഒന്നുകൂടെ. യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. ബിഫോർ പ്രീവിയസ് ഫോർമർ. അപ്പൊ ഈ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. ഇങ്ങനെ ലാസ്റ്റ് എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡുകളാണ്. അപ്പൊ നോക്കേ, യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, ബിഫോർ, പ്രീവിയസ്, ഫോർമർ. ഇതെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടൈം വേർഡ് നമ്മുടെ സെന്റൻസിൽ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കും അതെന്താകുന്നു? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ആ സെന്റൻസ് പറയേണ്ടുന്നത്. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V2 ഫോമാണ് ഉപയോഗിക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്ക് കണ്ടതുകൊണ്ടാണ് സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ V2 ഫോം ഉപയോഗിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. She bracket write a lot of letters yesterday. Option A had written. Option B wrote. Option C was writing. Option D none of these. CSEBയുടെ മിക്ക ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെയും ഓപ്ഷൻ ഡി എന്തായിരിക്കും? നൺ ഓഫ് ദീസ് ആയിരിക്കും കൂടുതലും. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ആൻസർ ഏതായിരിക്കും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റോട്ട് ആണ്. ഓപ്ഷൻ ബി ആണ്, റോട്ട് ആണ്. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ കണ്ടു ഒരു ടൈം വേർഡ്. ഏതാണ് നമ്മൾ കണ്ട ടൈം വേർഡ്? യെസ്റ്റർഡേ ആണ്. ദാ ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ. യെസ്റ്റർഡേ എന്തിന്റെ ടൈം വേർഡ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. അപ്പൊ യെസ്റ്റർഡേ എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടുന്നത്. സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സോ ഷീ എന്ന സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ V2 ഫോമായ റോട്ട് ഉപയോഗിച്ചു. നോക്കേ, റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ് V1, V2, V3 ഫോംസ്. റൈറ്റിന്റെ V2 ഫോം റോട്ടാണ്. V3 ഫോം എന്താണ്? റിട്ടൺ ആണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. Next question. We have been bracketed work 4 hours. Option A work. Option B working. Option C worked. Option D works. ഇവിടെ ഏതായിരിക്കാം ആൻസർ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വർക്കിംഗ് ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് വർക്കിംഗ് എന്ന ആൻസർ നമ്മൾ എടുത്തു. ഇവിടെ we have been dash 4 hours എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ 4 എന്ന് പറയുന്നത് FOUR അല്ലേ? മണിക്കൂറുകളോളം. FOR ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ FOR. ഈ 4 എന്ന് പറയുന്നത് ഏത് ടെൻസിന്റെ ടൈം വേർഡ് ആണ്? 4 എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെ ടൈം വേർഡ് ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെ ടൈം വേർഡ് ആണ് എന്തൊക്കെ? സിൻസും അതേപോലെ ഫോറും. ഒരു സെന്റൻസിൽ സിൻസോ ഫോറോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ആ സെന്റൻസ് എന്താണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകാം. എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെയും ടൈം വേർഡ് എന്താണ്? സിൻസും ഫോറുമാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ടൈം വേർഡ് ആയിട്ട് നമുക്ക് എക്സാമുകൾക്കൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും ടൈം വേർഡ് ആയിട്ട് നമുക്ക് എന്താണ്? സിൻസും ഫോറും ഇതേപോലെ സെന്റൻസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ഓർക്കുക, നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നത് ഇങ്ങനെ ഡാഷിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡ് ആയിട്ടാണ് സിൻസും ഫോറും. പക്ഷെ നമ്മൾ എന്താണ് പെർഫെക്റ്റ് ടെൻസിലും എന്ത് യൂസ് ചെയ്യാറുണ്ട്? സിൻസും ഫോറും യൂസ് ചെയ്യാറുണ്ട്. ഒരു സെന്റൻസ് തരുമ്പോൾ പെർഫെക്റ്റ് ടെൻസിലും നമുക്ക് എന്താണ് ഇടയ്ക്ക് സിൻസും ഫോറും ഒക്കെ കാണാറുണ്ട്. സെന്റൻസ് തെറ്റൊന്നും അല്ലേ?
പെർഫെക്റ്റിലും യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇങ്ങനെ മത്സര പരീക്ഷകൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ സിൻസും ഫോറും എഴുതാൻ ആ ഭാഗത്ത് ഡാഷ് തന്നാലും അല്ലെ അത് കണ്ടിട്ട് ഈ ഭാഗത്ത് ഡാഷ് തന്നാലും അതൊക്കെ ചോദിക്കുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, സിൻസും ഫോറും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെ ടൈം വേർഡ്സ് ആകുന്നു. ഇവിടെ നോക്കിയപ്പോൾ ഹാവ് ബീൻ ഉണ്ട്. അപ്പൊ ഹാസും ഹാവും വന്നാൽ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് എന്താണ്? ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് ഇതാണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing form of the verb plus object. Subject plus has or have plus been plus ing form of the verb plus object ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്. ഇനി എന്താ ഉപയോഗിക്കേണ്ടുന്നത്? ബീന് ശേഷം ing ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കേണ്ടുന്നത്. അപ്പൊ ഇവിടെ ing ഫോം ഓഫ് ദ വെർബ് ഏതാ കൊടുത്തിരിക്കുന്നത്? വർക്കിംഗ് അല്ലേ. സോ വി ഹാവ് ബീൻ വർക്കിംഗ് ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം. ഓക്കെ, അപ്പൊ നോക്കുക, സിൻസും ഫോറും എന്തിന്റെ ടൈം വേർഡ് ആണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെ ടൈം വേർഡ് ആണ്. പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും ഫ്യൂച്ചറിന്റെയും ഒക്കെ ടൈം വേർഡ് സിൻസും ഫോറും തന്നെയാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെ ടൈം വേർഡ് സിൻസും ഫോറും തന്നെയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും ടൈം വേർഡ് ആയിട്ടാണ് നമ്മുടെ എക്സാമുകൾക്ക് ക്വസ്റ്റിനകത്ത് ഇതേപോലെ വരുന്നത്. അപ്പൊ നോക്കേ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് has or have plus been plus ing form of the verb plus object ആണ് ഫോർമാറ്റ്. സിൻസും ഫോറും എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ടൈം വേർഡുകളാണ്. എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെയും ടൈം വേർഡ് ആണ്. അപ്പൊ നമുക്ക് സിൻസും ഫോറും കണ്ടിട്ട് ആ സെന്റൻസ് ഏതാണെന്ന് ടൈം വേർഡ് വെച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഭാഗത്ത് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ സിൻസും ഫോറും എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കും. മീൻസ് ഈ സിൻസിന്റെയും ഫോറിന്റെയും ഭാഗത്ത് ഡാഷ് ഇട്ടിട്ട് അവിടെ സിൻസ് എഴുതുവോ ഫോർ എഴുതുവോ ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നോക്കേ, ഈ സിൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഫോറോ ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ, ഒരു കാലയളവിനെ സൂചിപ്പിക്കാൻ എന്താണ്? ഫോറുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ സിൻസും ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ ഫോറുമാണ് ഉപയോഗിക്കുന്നത്. മുതൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും. ഒരു പോയിന്റ് ഓഫ് ടൈം സൂചിപ്പിക്കുവാൻ സിൻസും ഒരു പീരീഡ് ഓഫ് ടൈം സൂചിപ്പിക്കുവാൻ ഫോറുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡാഷ് 10 ഓഫ് ക്ലോക്ക്. അപ്പൊ 10 മണി അതെന്താണ്? അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. ഒരു പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ട് അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. സിൻസ് 10 ഓഫ് ക്ലോക്ക്. ഡാഷ് സൺഡേ. അപ്പൊ സൺഡേ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു ഡേ ആണ്, അതും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് എന്തുപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. സിൻസ് സൺഡേ. അപ്പൊ മൺഡേ, ട്യൂസ്ഡേ, ഏത് ഡേ വന്നാലും. ഡാഷ് മാർച്ച്. അപ്പൊ മാർച്ച് എന്ന് പറയുമ്പോൾ അതും എന്താണ്? അതും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്, അതും ഒരു ദിവസമാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെയൊക്കെ വന്നാൽ, സോറി, മാർച്ച്, ഏപ്രിൽ, മെയ് ഒരു മന്ത് ആണ്. അങ്ങനെയൊക്കെ മാസമൊക്കെ വന്നാൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. അപ്പൊ സിൻസ് 10 ഓഫ് ക്ലോക്ക്, സിൻസ് സൺഡേ, സിൻസ് മാർച്ച്, ഡാഷ് 1993 ഇങ്ങനൊരു വർഷമൊക്കെ വന്നാൽ അതൊക്കെ എന്താണ്? പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെയൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം? സിൻസ് യൂസ് ചെയ്യാം. അടുത്ത നോക്കേ, ഡാഷ് 5 ഇയേഴ്സ് 5 വർഷത്തോളം. അതെന്താണ്? അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്, ഒരു കാലയളവാണ്, ഒരു ഡ്യൂറേഷൻ ആണ്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫോർ ഉപയോഗിക്കുന്നു. അപ്പൊ എന്താ? ഫോർ 5 ഇയേഴ്സ്. ഡാഷ് 3 മന്ത്സ് 3 മാസത്തോളം. അതും ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫോർ ഉപയോഗിക്കാം. ഫോർ 3 മന്ത്സ്. ഡാഷ് ആൻ അവർ ഒരു മണിക്കൂറോളം. അതും എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫോർ ഉപയോഗിക്കാം. അപ്പൊ അത്തരത്തിൽ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നാൽ നമുക്ക് സിൻസും ഉപയോഗിക്കാം. ഒരു പീരീഡ് ഓഫ് ടൈം വന്നാൽ അവിടെ നമുക്ക് ഫോറും ഉപയോഗിക്കാം. He has been working here dash 1990. Option A from, option B till, option C since,
ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, ഇവിടെ ഏതായിരിക്കും നമ്മുടെ ആൻസർ? നോക്കേ, ഇവിടെ ഓപ്ഷൻ സി ആണ്, സിൻസ് ആണ് നമ്മുടെ ആൻസർ. എന്തുകൊണ്ട് സിൻസ്? ഡാഷ് 1990. അപ്പം 1990 എന്ന് പറയുമ്പോൾ അതെന്താ? അതൊരു ഇയർ ആണ്, അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നാൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. സോ സിൻസ് ആണ്. ഇവിടെ 4 ഒന്നും ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഡൗട്ട് ഒന്നും ഇല്ല. പിന്നെ നൺ ഓഫ് ദിസ് ഉണ്ട്. അപ്പം പോയിന്റ് ഓഫ് ടൈം വന്നാൽ അവിടെ സിൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് സിൻസ് എഴുതി. അടുത്തൊരു ക്വസ്റ്റ്യൻ, സ്പോട്ട് ദ എറർ. നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേതോ ഒരു പാർട്ട് എന്താണ്? എറർ ആണ്, തെറ്റാണ്. ഏത് പാർട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. ഐ ആം ലിവിങ് ഹിയർ ഫോർ 10 years. ഐ ആം ലിവിങ് ഹിയർ ഫോർ 10 years എന്നാണ് ക്വസ്റ്റ്യൻ. ഐ എ എന്ന് ഡിവൈഡ് ചെയ്തു, ആം ലിവിങ് ബി എന്ന് സ്പ്ലിറ്റ് ചെയ്തു, ഹിയർ സി എന്ന് കൊടുത്തു, ഫോർ 10 yearsനെ ഡി എന്ന് കൊടുത്തു. ഇതിൽ ഏത് പാർട്ടാണ് എറർ? ഒന്ന് നോക്കേ, ഏതാ എറർ? ഓപ്ഷൻ ബി ആണ് എറർ. ഈ ഭാഗമാണ് എറർ. എന്തുകൊണ്ട് ഓപ്ഷൻ ബി എററായി? നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു ടൈം വേർഡ് കണ്ടു. ഏതാണ് നമ്മൾ കണ്ട ടൈം വേർഡ്? 4 ആണ്. അപ്പോൾ ഈ 4 എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താകുന്നു? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടുന്നത്. ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകാം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകാം. ഫ്യൂച്ചർ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നില്ല. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? ഇവിടെ ആം ലിവിങ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING എന്നോ, അല്ലെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING എന്നോ ആണ് വരേണ്ടുന്നത്. ആം ലിവിങ് എന്ന് കൊടുക്കുമ്പോൾ ആ സെന്റൻസ് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ടെൻസ് ഫോർമാറ്റ് ആണ്. അപ്പോൾ ഈ സെന്റൻസ് ഐ ആം ലിവിങ് എന്ന് കൊടുത്താൽ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി മാറും. ഇവിടെ 4 എന്ന ടൈം വേർഡ് ഉള്ളത് കൊണ്ട് ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ആണ്. അപ്പോൾ ഇവിടെ എന്താ? നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് മാറ്റാം ഈ ക്വസ്റ്റിനെ. ഐ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പോൾ എന്താ? ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. 4 എന്ന ടൈം വേർഡ് വന്നു. നമ്മൾ എന്താണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING എഴുതുക. അപ്പോൾ അവിടെ നോക്കുക, ഐ വന്നപ്പോൾ നമ്മൾ ഹാവ് ഉപയോഗിച്ചു. പ്രസന്റ് ടെൻസിൽ ഐയെ നമ്മൾ എന്തായിട്ടാണ്? പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതൊക്കെ ബേസ് ആണ്. പലയിടത്തും നമുക്ക് എന്താ? ഈ പറഞ്ഞ ബേസ് വെച്ച് 1/2 മാർക്ക് കിട്ടും. അപ്പോൾ പ്രസന്റ് ടെൻസിൽ ഐയെ നമ്മൾ എന്താണ്? പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഹാസ് ഓർ ഹാവിൽ ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലുമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഹാവ് ഉപയോഗിച്ചത്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. ഇനി ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റിയാൽ എന്താ? ഐ ഹാഡ് ബീൻ എന്നും പറഞ്ഞ് മാറ്റിയാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ? ഐ ഹാഡ് ബീൻ ലിവിങ് എന്നായി മാറും. അപ്പോൾ ഇവിടെ 4 എന്ന ടൈം വേർഡ് കണ്ടു. അതുകൊണ്ട് ഇവിടെ ഹാവ് ബീൻ പ്ലസ് ING ഹാഡ് ബീൻ പ്ലസ് ING ഒക്കെയാണ് വരേണ്ടുന്നത്. ഇവിടെ ആം ലിവിങ് എന്ന് പ്രസന്റ് കണ്ടിന്യൂസിൽ കൊടുത്തു. അതുകൊണ്ട് സെന്റൻസ് ബി ഭാഗമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ ആണ്. നെക്സ്റ്റ്, if he had worked harder, he dashed the examination. Option A would have passed. Option B passes. Option C will pass. Option D passed. ഇവിടെ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. വുഡ് ഹാവ് പാസ്ഡ് ആണ്. വുഡ് ഹാവ് പാസ്ഡ് ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് വുഡ് ഹാവ് പാസ്ഡ് എന്ന ആൻസർ നമ്മൾ ചൂസ് ചെയ്തു. ഇത് ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്കാണ്. ഇഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ ക്ലോസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ വുഡ് ഹാവ് പാസ്ഡ് വന്നത്. ഇത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ മെയിൻ റൂളുകൾ 1, 2, 3 3 റൂളുകളുണ്ട്. ആ 3 റൂളുകളിൽ മൂന്നാമത്തെ റൂളാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡർ.
അപ്പോൾ ഇവിടെ എന്താണ് ഇഫ് ഉണ്ട്, അതിനുശേഷം എന്താ ഹാർഡ് വന്നിട്ടുണ്ട്, ഹാർഡിന് ശേഷം എന്താണ് വർക്ക്ഡ് എന്ന് ഒരു വെർബ് വന്നിട്ടുണ്ട്, ഹാർഡിന് ശേഷം വരുന്ന വെർബ് V3 തന്നെ ആയിരിക്കും. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ തേർഡ് റൂളാണ്. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ് വെർബിന്റെ V3 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് തേർഡ് റൂള്. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇഫ് വന്നു, ഹാർഡ് പ്ലസ് V3 വന്നു, മെയിൻ ക്ലോസിൽ നമ്മൾ എന്താണ് വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചു. ഓക്കെ, ഇതാണ് ഇഫ് ക്ലോസിന്റെ തേർഡ് റൂള്. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചു. ഓപ്ഷനകത്ത് ഇവയിലുള്ളത് ഇതാണ്, അതുകൊണ്ട് അത് എഴുതി. അപ്പോൾ ഇതാണ് റൂള്. കുറച്ചുകൂടെ വൃത്തിയായിട്ട് കണ്ടോളൂ. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റും സെക്കൻഡ് റൂളുകൾ എന്താണ്? നമ്മൾ ഇനി മറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ തന്നെ പറയും, ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. ഇഫ് പ്ലസ് V1 അതാണ് ഫസ്റ്റ് റൂള്. അപ്പോൾ ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ഈ ഇഫ് വരുന്ന ഭാഗമാണ് ഇഫ് ക്ലോസ്, കോമ കഴിഞ്ഞിട്ട് കിടക്കുന്ന ബാക്കി ഭാഗമാണ് എന്ത്? മെയിൻ ക്ലോസ്. അപ്പോൾ ഇഫിന് ശേഷം V1 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ലോ ഷാളോ ക്യാനോ മേയോ പ്ലസ് V1 ഉപയോഗിക്കാം. സെക്കൻഡ് റൂൾ ഇതാണ്. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താണ്? ഇതിന്റെ പാസ്റ്റ് വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് അവിടെയും എന്താണ്? വെർബിന്റെ V1 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് പ്ലസ് V1 വന്നാൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. ഇഫ് പ്ലസ് V2 വന്നാൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി യു ഡാഷ് പാസ്. Options will, would have, none of these. നമ്മൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് എഴുതുന്നത്? വില്ലാണ് ആൻസർ. എന്തുകൊണ്ട്? നോക്കേ, ഇവിടെ ഇഫ് വന്നു, ഇഫിന് ശേഷം കിടക്കുന്ന വെർബ് ഏതാ? സ്റ്റഡി ആണ്. സ്റ്റഡി എന്ന് പറയുന്നത് വെർബിന്റെ V1 ഫോം ആണ്. ഇഫ് പ്ലസ് V1 വന്നു, ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ലോ ഷാളോ ക്യാനോ മേയോ പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഏത് എഴുതി? വിൽ എഴുതി. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കേ. ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐ ഡാഷ് ഗോ. ഷോൾ ഉണ്ട്, ഷുഡ് ഉണ്ട്, ഷുഡ് ഹാവ് ഉണ്ട്, നൺ ഓഫ് ദിസ് ഉണ്ട്. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഷുഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇഫ് ഹി ഇൻവൈറ്റഡ് മീ, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇഫിന് ശേഷം ഇൻവൈറ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് വെർബിന്റെ V2 ഫോം ആണ്. നമ്മൾ പഠിച്ചു ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. സോ നമ്മൾ എന്ത് എഴുതി? ഐ ഷുഡ് ഗോ എന്ന് എഴുതി. അപ്പോൾ ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐ ഷുഡ് ഗോ. അപ്പോൾ ഇഫിന്റെ 3 റൂളുകൾ
if plus v1 വന്നാൽ മെയിൻ ക്ലോസിൽ will or shall or can or may plus v1 ഉപയോഗിക്കണം. സെക്കൻഡ് റൂൾ, if plus v2 വന്നാൽ മെയിൻ ക്ലോസിൽ would or should or could or might plus v1 ഉപയോഗിക്കണം. തേർഡ് റൂള്, if plus had plus v3 വന്നാൽ മെയിൻ ക്ലോസിൽ would have or should have or could have or might have plus v3 ആണ് ഉപയോഗിക്കേണ്ടത്. തേർഡ് റൂൾ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. I wish Rahim dash here soon. Option A reach, option B reached, option C would reach, option D none of these. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. റീച്ച്ഡ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം എന്തുകൊണ്ട് അവിടെ റീച്ച്ഡ് വന്നു. ഇത് നമ്മൾ ഇഫിൻ്റെ ഒക്കെ ഒരു എക്സെപ്ഷൻ ആയിട്ട് പഠിക്കുന്ന ഒരു റൂളാണ്. ഇവിടെ ഐ വിഷ് വന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വിഷ്. ഇത് റൂൾ ഇങ്ങനെയാണ്, ഐ വിഷ് കഴിഞ്ഞാൽ ക്രിയ എന്താണ്? പാസ്റ്റ് ടെൻസിലാണ്, മീൻസ് V2 ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് കഴിഞ്ഞാൽ ക്രിയ V2വിലാണ്, പാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഐ വിഷ് വന്നു, നമുക്ക് എന്ത് ഉപയോഗിക്കാം? ശേഷം V2 ഉപയോഗിക്കാം, റീച്ച്ഡ് എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഐ വിഷ് കഴിഞ്ഞാൽ ക്രിയ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ വിഷ്ഡ് കഴിഞ്ഞാൽ ക്രിയ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. ഹാഡ് പ്ലസ് V3യിലാണ് ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാൽ നമുക്ക് V2 ഉപയോഗിക്കാം. എന്നാൽ ഐ വിഷ്ഡ് എന്നാണെങ്കിൽ, ഇത് ദേ വിഷ്ഡ് എന്നും പറഞ്ഞും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദേ വിഷ്ഡ് എന്നും പറഞ്ഞ് വന്നാലും എന്ത് തന്നെയാണ്? ഹാർഡ് പ്ലസ് V3 തന്നെയാണ് കേട്ടോ. അപ്പൊ ദേ വിഷ്ഡ് അല്ലെ ഐ വിഷ്ഡ് എന്ന് വന്നാൽ എന്താണ്? ഹാർഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ റൂള് നോക്കുക, ഐ വിഷ് കഴിഞ്ഞാൽ V2, ഐ വിഷ്ഡ് കഴിഞ്ഞാൽ എന്താണ്? ഹാർഡ് പ്ലസ് V3യുമാണ് ഉപയോഗിക്കേണ്ടത്. നോക്കിയ ഒരു ക്വസ്റ്റ്യൻ, ഐ വിഷ്ഡ് ഐ ഡാഷ് ദ ഫിലിം. നമ്മൾ എന്തെഴുതും? ഓപ്ഷൻ എ സി, ഓപ്ഷൻ ബി സോ, ഓപ്ഷൻ സി സീൻ, ഓപ്ഷൻ ഡി ഹാഡ് സീൻ. ഏതാണ് ആൻസർ? ഹാഡ് സീൻ ആണ് ആൻസർ. ഐ വിഷ്ഡ് വന്നു, അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്തു. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നോക്കുക, ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ ഫോളോയിങ്. അതായത് CSEBക്ക് ഏറ്റവും കൂടുതൽ വൊക്കാബുലറിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് സിനോണിംസ് ആൻഡ് ആന്റണിംസ് കേട്ടോ. സിനോണിംസും ആന്റണിംസും എന്താണ്? തുടരെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും 2 സിനോണിംസ് 2 ആന്റണിംസ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാക്സിമം നമ്മൾ എന്താണ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ 10 വീതം പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏതാണ് ഈ വേർഡിന്റെ കറക്റ്റ് സിനോണിം? സിനോണിം മീൻസ് എന്താണ്? സെയിം മീനിങ് ആണ്. പര്യായ പദം ഏതാണ്? ബ്രേവ്, ഓപ്ഷൻ എ ഫിയർഫുൾ, ഓപ്ഷൻ ബി കറേജിയസ്, ഓപ്ഷൻ സി കവാർഡ്ലി, ഓപ്ഷൻ ഡി ടിമിഡ്. ബ്രേവ് എന്ന് പറയുമ്പോൾ എന്താണ്? ധീരൻ, ധൈര്യശാലി എന്നൊക്കെയാണ്. അപ്പൊ ധൈര്യശാലി ആ ഒരു മീനിങ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കറേജിയസ് ആണ്. കറേജ് ധൈര്യം, അപ്പൊ കറേജിയസ് ധൈര്യശാലി. അപ്പൊ ബ്രേവ് ധൈര്യം, ധൈര്യശാലി. അപ്പൊ ബ്രേവ് ധീരൻ, അതിന്റെ സിനോണിമായിട്ട് വരുന്നത് സെയിം മീനിങ് വരുന്നത് ഏതാണ്? കറേജിയസ് ആണ്. ബ്രേവിന്റെ സിനോണിമായിട്ട് നമുക്ക് കറേജിയസ് പഠിക്കാം. ഫിയർഫുൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ? പേടിയുള്ള ഭയാനകമായ ഭീരു അങ്ങനെയൊക്കെയാണ്. അതുപോലെ ടിമിഡും കവാർഡ്ലി ഒക്കെ എന്താണ്? ഭീരു എന്നാണ്. ഭീരു എന്നാണ്. ഇപ്പൊ ഫിയർഫുളും കവാർഡ്ലിയും ടിമിഡും ഒക്കെ എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് തരുന്നത്. അതിൻ്റെയൊക്കെ ആന്റണിമായിട്ട് നമുക്ക് വേണേൽ എടുക്കാം. അപ്പൊ ബ്രേവിന്റെ സിനോണിം എന്താണ്? കറേജിയസ് ആണ്. ടിമിഡും കവാർഡ്ലിയും ഒക്കെ എന്താ? അതിന്റെ ആന്റണിമാണ് ഭീരു എന്ന് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അവിടെയൊക്കെ കിട്ടുന്നത്. അടുത്തത് ബെസ്റ്റോ. എന്താണ് ബെസ്റ്റോ? കൺഫർ ആണോ? ഡിനേ ആണോ? അട്രാക്റ്റീവ് ആണോ? റെഫ്യൂസ് ആണോ ഈ ബെസ്റ്റോ എന്ന വേർഡിന്റെ സിനോണിമായിട്ട് വരുന്നത്? ബെസ്റ്റോയുടെ സിനോണിം എന്താണ്? കൺഫർ ആണ് കേട്ടോ. കൺഫർ ആണ്. കൊടുക്കുക, നൽകുക, ശേഖരിച്ചു വെക്കുക, കൊടുക്കുക, നൽകുക എന്നൊക്കെയാണ് എന്ത്? ഈ ബെസ്റ്റോയുടെ സിനോണിം മീനിങ് എന്ന് പറയുന്നത്. അതിന് അതേ അർത്ഥം വരുന്ന മീനിങ് ഏതാണ്? കൺഫർ ആണ്. കൊടുക്കുക, വിട്ട് കൊടുക്കുക, വിട്ട് നൽകുക, ശേഖരിച്ചു വെക്കുക അങ്ങനെയൊക്കെയുള്ള മീനിങ് വരുന്നത്
കൺഫർ ആണ്. അപ്പം ബെസ്റ്റോയുടെ സിനോണിം എന്താണ്? കൺഫർ ആണ്. അപ്പം ഡിനേ, റെഫ്യൂസ് ഒക്കെ എന്താണ്? നിഷേധിക്കുക എന്നാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡുകളാണ്. അട്രാക്റ്റീവ്, ആകർഷകമായ. അപ്പോൾ അതെന്താ? ഇതൊന്നും ഇതിൻ്റെ സെയിം മീനിങ് അല്ല. ബെസ്റ്റോയുടെ കറക്റ്റ് മീനിങ് എന്താണ്? കൺഫർ ആണ്. അതിൻ്റെ സിനോണിം ഏതാണ്? കൺഫർ ആണ്, നൽകുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 10 സിനോണിംസ് ഒന്ന് പഠിച്ചു പോകാം. കാണാതെ പഠിച്ചേ പറ്റൂ. നിങ്ങളുടേതായ സൗണ്ടിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് മാക്സിമം സിനോണിംസ്, ആൻറ്റണിംസ് ഒക്കെ എന്താണ് കേട്ട് 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 പഠിക്കുക. മലയാളം മീനിങ് കൂടെ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് നോക്കാം കുറച്ച് പ്രീവിയസ് സിനോണിംസ്. അബ്സ്റ്റെയിൻ. എന്താണ് അബ്സ്റ്റെയിൻ എന്ന വേർഡിൻ്റെ അർത്ഥം? വിട്ടു നിൽക്കുക എന്നൊക്കെയാണ്. വിട്ടു നിൽക്കുക, വിട്ട് കളയുക എന്നൊക്കെയാണ്. അപ്പോൾ അബ്സ്റ്റെയിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡാണ് റിഫ്രെയിൻ. അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ, അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ, വിട്ടു നിൽക്കുക, വിട്ട് കളയുക. ഫീബിൾ. ഫീബിൾ എന്താണ് സിനോണിം? വീക്ക് ആണ്, ദുർബലമായ. ഫീബിൾ, വീക്ക്. ഫീബിൾ, വീക്ക്, ദുർബലമായ. അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ, ഫീബിൾ, വീക്ക്. കൺസീൽ. കൺസീൽ എന്താണ്? ഹൈഡ് ആണ്, ഹിഡൻ ആയിട്ടുള്ള, മൂടി വെക്കുക, മറച്ചു വെക്കുക. കൺസീൽ എന്താണ്? ഹൈഡ് ആണ്. പിന്നെ കൺസീൽ സിനോണിം ചോദിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ ഓപ്ഷനകത്ത് എന്താണ്? റിവീൽ എന്നൊരു ഓപ്ഷൻ കൂടി കാണും. അത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. കൺസീലിൻ്റെ ആൻറ്റണിമാണെന്ത്? റിവീൽ. കൺസീൽ, റിവീൽ. അതങ്ങനെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പലരും കൺസീൽ കാണുമ്പോഴേ ഓപ്ഷനിൽ എന്താ? റിവീൽ എഴുതി വെക്കും, വെളിപ്പെടുത്തുക എഴുതി വെക്കും. പക്ഷെ അല്ല, സിനോണിമാണ്. ക്വസ്റ്റ്യൻ എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടേ ആൻസർ എഴുതാവൂ. കൺസീലിൻ്റെ സിനോണിം എന്താണ്? ഹൈഡ് ആണ്, മൂടി വയ്ക്കുക എന്നാണ്. അഫ്ലുവൻറ്റ്. അഫ്ലുവൻറ്റ് എന്താണ്? പ്രോസ്പെറസ്. പ്രോസ്പെറസ് സമൃദ്ധി, പ്രോസ്പെരിറ്റി. അപ്പം അഫ്ലുവൻറ്റ് ഒരുപാടുള്ള അവസ്ഥ, സമൃദ്ധി, സമൃദ്ധമായ. അപ്പം എന്താ? അഫ്ലുവൻറ്റ് സിനോണിം പ്രോസ്പെറസ് ആണ്, പ്രോസ്പെരിറ്റി. പ്രോസ്പെറസ് ആണ്, പ്രോസ്പെറസ്. അടുത്ത അലൈ. എന്താണ് അലൈ? അലൈ, അലൈ കമ്പൈൻ ചെയ്യുക, കമ്പൈൻ ആണ്. അലൈ സിനോണിം എന്താണ്? കമ്പൈൻ, ചേർക്കുക, കൂട്ടി യോജിപ്പിക്കുക എന്നൊക്കെയാണ് കേട്ടോ. അലൈ എന്താണ്? കമ്പൈൻ. അലൈ, കമ്പൈൻ, അലൈ, കമ്പൈൻ. Abstain, refrain. Feeble, weak. Conceal, hide. Affluent, prosperous. Ally, combine. അടുത്ത നമുക്ക് പഠിക്കാം അബ്സേർഡ്. എന്താണ് അബ്സേർഡ്? അസംബന്ധം എന്നാണ് മീനിങ്. ഫൂളിഷ്. അബ്സേർഡ്, ഫൂളിഷ്. അബ്സേർഡ് സിനോണിം ഫൂളിഷ്. ക്യൂരിയോസിറ്റി. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ്? അറിയാനുള്ള ആഗ്രഹം. ഇപ്പൊ ക്യൂരിയോസിറ്റി ഇൻക്വിസിറ്റീവ്നെസ് ആണ് കേട്ടോ. അറിയാനുള്ള ആകാംക്ഷ, അറിയാനുള്ള ആഗ്രഹം. ക്യൂരിയോസിറ്റി, ഇൻക്വിസിറ്റീവ്നെസ്. ക്യൂരിയോസിറ്റി, ഇൻക്വിസിറ്റീവ്നെസ്. അപ്പൊ അടുത്തത് ഐഡൽ. എന്താണ് ഐഡൽ? ഐഡൽ, ഐഡൽ മടിയൻ. ലേസി, ഇൻഡുലന്റ്. ലേസി അഥവാ ഇൻഡുലന്റ്, മടിയനായ എന്നാണ് കേട്ടോ. അപ്പൊ ഐഡൽ എന്താണ്? ലേസി അഥവാ ഇൻഡുലന്റ്. ലേസി അഥവാ ഇൻഡുലന്റ്, മടിയനായ. അപ്പൊ നമ്മളൊരു വേർഡ് അടിച്ചു നോക്കിയാൽ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരുപാട് സിനോണിംസ് താഴോട്ട് കാണാൻ സാധിക്കും. പല വേർഡിനും ഒരുപാട് സിനോണിംസ് ഉണ്ട്. നമ്മൾ തരുന്നതൊക്കെ എന്താ? നമുക്ക് ചോദിച്ചിട്ടുള്ള വേർഡുകൾ എടുത്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെർച്ച് ചെയ്യാമെങ്കിൽ ഇതിലപ്പുറം എന്താണ് സിനോണിംസ് നമുക്ക് കിട്ടും കേട്ടോ, കിട്ടും. നമ്മൾ തരുന്നത് എന്താണ്? ക്ലാസ്സിൽ തരുന്നതെല്ലാം പ്രീവിയസ് ആണ്. നമുക്ക് ചോദിച്ച സിനോണിംസ് മാത്രമാണ് തരുന്നത്. ഐഡൽ, ലേസി അഥവാ ഇൻഡോലന്റ് രണ്ടും ഉണ്ട്. അഫബിൾ, സൗഹാർദ്ദപരമായ, സൗഹാർദ്ദമായ. ഓക്കെ, എന്താണ് അഫബിൾ? ഫ്രണ്ട്ലി ആണ് കേട്ടോ, മര്യാദ അങ്ങനെയൊക്കെ ഉണ്ട്. അഫബിൾ, ഫ്രണ്ട്ലി, സൗഹൃദം. അഫബിൾ, ഫ്രണ്ട്ലി, സൗഹൃദം അല്ലെങ്കിൽ മര്യാദയായിട്ടുള്ള, അങ്ങനെയൊക്കെയാണ്. അടുത്ത റിജിഡ്. റിജിഡ്, റിജിഡ്, റിജിഡ് അയവില്ലാത്ത. സ്റ്റിഫ്, റിജിഡ്, സ്റ്റിഫ്, റിജിഡ്, സ്റ്റിഫ്. അപ്പം ഒന്നുകൂടെ നോക്കാം. അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ. ഫീബിൾ, വീക്ക്. കൺസീൽ, ഹൈഡ്. അഫ്ലുവന്റ്, പ്രോസ്പെറസ്. അലൈ, കമ്പൈൻ. അബ്സേർഡ്, ഫൂളിഷ്. ക്യൂരിയോസിറ്റി, ഇൻക്വിസിറ്റീവ്നെസ്. ഐഡിൽ, ലേസി, ഇൻഡുലന്റ്. അഫബിൾ, ഫ്രണ്ട്ലി. റിജിഡ്, സ്റ്റിഫ്. നെക്സ്റ്റ് ഹെഡ്. Choose the appropriate words to fill in the blanks to make the sentences meaningfully complete. Sentence ഇതാണ്. It is high time
that you dash a doctor. It is high time that you dash a doctor. Option A, consult. Option B, consulted. Option C, shall consult. Option D, should consult. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺസൾട്ടഡ് ആണ്. കൺസൾട്ടഡ് ആണ്. പിന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ഇവിടെ എന്താണ്, ചോദ്യകർത്താവ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല, നൺ ഓഫ് ദിസും കൊടുത്തിട്ടില്ല. ടു കൺസൾട്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുന്ന പല കുട്ടികളും എന്താണ്, ടു കൺസൾട്ട് എഴുതാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെയും കൺസൾട്ടിനകത്തോട്ടും കണ്ണു പോകാം നമുക്ക്. ഇവിടെ കറക്റ്റ് ആൻസർ കൺസൾട്ടഡ് തന്നെയാണ്. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ഹൈ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ഒരു സബ്ജക്റ്റ് വന്നിട്ടില്ലേ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടാണ് ബ്ലാങ്ക് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടുന്നത്? V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് ഈസ് ടൈമോ, ഇറ്റ് ഈസ് ഹൈ ടൈമോ, ഇറ്റ് ഈസ് അബൌട്ട് ടൈമോ എക്സെട്ര ഒക്കെ വന്നിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് വന്നാൽ അവിടെ V2 ഫോമാണ് യൂസ് ചെയ്യേണ്ടുന്നത്. കൺസൾട്ടഡ് ആണ് ഇവിടുത്തെ ആൻസർ. പക്ഷേ ഇവിടെ ആ യു ഇല്ലായിരുന്നെങ്കിൽ, ദാണ്ടെ ഇങ്ങനെ വന്നായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് ടൈമോ, ഇറ്റ് ഈസ് ഹൈ ടൈമോ, ഇറ്റ് ഈസ് അബൌട്ട് ടൈമോ, ഇറ്റ് ഈസ് റൈറ്റ് ടൈമോ ഒക്കെ വന്നിട്ട് ഉടനെ ഒരു ഡാഷിങ് വന്നായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, ടു പ്ലസ് V1 ഉപയോഗിക്കാം. മീൻസ് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം പ്ലസ് ടു ഇൻഫിനിറ്റീവ് ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ടൈം അഥവാ ഇറ്റ് ഈസ് ഹൈ ടൈം അഥവാ ഇറ്റ് ഈസ് അബൌട്ട് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ് ടൈം ഒക്കെ വന്നിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ട് അതിനുശേഷമാണ് ഡാഷ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ എന്തേ എഴുതാവൂ? V2 ഫോമേ എഴുതാവൂ. അപ്പൊ നോക്കുക, രണ്ട് റൂളും ഒന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം പ്ലസ് ടു ഇൻഫിനിറ്റീവ്. അത് കഴിഞ്ഞിട്ട് വേറെ സബ്ജക്റ്റുകൾ നൗണോ പ്രോനൗണോ അങ്ങനെ ഒന്നും വരാതെയാണ് ഡാഷ് വരുന്നതെങ്കിൽ അവിടെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. മീൻസ് ടു പ്ലസ് V1 ഉപയോഗിക്കാം. ടു സ്റ്റഡി അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം ഒക്കെ വന്നിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടാണ്, മീൻസ് ഒരു നൗണോ പ്രോനൗണോ ഒക്കെ വന്നിട്ടാണ്, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വന്നിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്തേ ഉപയോഗിക്കാവൂ? V2 തന്നെ ഉപയോഗിക്കാവൂ. ഓക്കെ, ഇവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം വന്നിട്ട് യു എന്ന ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് വന്നതുകൊണ്ട് നമ്മൾ എന്തെഴുതി? V2 എഴുതി. ഇത് തന്നെയാണ് CSEBയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ പാറ്റേൺ ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. മുമ്പൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ദാറ്റ് വരെ വന്നിട്ട് ബാക്കി ഇത്രയും ഭാഗം എന്താ 4 ഓപ്ഷനായിട്ട് അങ്ങ് കൊടുത്തു. ആ 4 ഓപ്ഷനിൽ നമ്മൾ എന്താ സബ്ജക്റ്റിന് ശേഷം V2 ഉള്ള ആൻസർ എടുത്ത് എഴുതി. അങ്ങനെ ഇതേ പാറ്റേൺ ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പഠിച്ച് അങ്ങനെ മാത്രം പഠിച്ചാൽ നമുക്ക് എന്താണ് ഫുൾ മാർക്കും മേടിക്കാൻ പറ്റും. പിന്നെയും കുട്ടികൾക്കൊക്കെ ഏതെങ്കിലും ഒരു അരമാർക്ക് പോകുന്നത് എവിടാണ്? സിനോണിം ആന്റണിം ആ ഒരു ഭാഗത്തേ ഉള്ളൂ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്തത് ഇടയ്ക്ക് കയറി ചോദിക്കുന്നത്. ബാക്കി എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് 10 മാർക്ക് മേടിക്കാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫോർ ദ ഫോളോയിങ്. കണ്ട ഇങ്ങനെ ഒരു ഹെഡ് തരുക, 2 ക്വസ്റ്റ്യൻ ഒരേ ഹെഡിൽ നിന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഹീസ് ഡാഷ് യൂറോപ്യൻ. ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി ആൻഡ്, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏത് ആർട്ടിക്കിളാണ് യൂറോപ്പിന് മുൻപിൽ നമ്മൾ യൂസ് ചെയ്യുക? ഓപ്ഷൻ സി ആണ്, എ ആണ്. ഹീസ് എ യൂറോപ്യൻ എന്നാണ് ആൻസർ. പറഞ്ഞു തരാം, അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. മിസ്റ്റർ ജോസഫ് ഈസ് ഡാഷ് MP. ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ഓഫ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, ആൻ MP ആണ്. ആൻ MP ആണ്. അപ്പൊ ഇത് ആർട്ടിക്കിൾസ് എഴുതാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ആർട്ടിക്കിൾസ് എഴുതാൻ നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് എന്ത്? വവൽ ലെറ്റേഴ്സ്. എന്തൊക്കെയാണ് വവൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? A, E, I, O, U ആണ്. A, E, I,
ഒ യു ആണ് വവൽ ലെറ്റേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വവൽ ലെറ്റേഴ്സിന് മുൻപിൽ ആനും കൺസോണന്റ് ലെറ്റേഴ്സ്, എന്താണ് കൺസോണന്റ് ലെറ്റേഴ്സ്? കൺസോണന്റ് ലെറ്റേഴ്സ് ഈ എ ഇ ഐ ഒ യു ഒഴികെയുള്ള മറ്റ് ലെറ്റേഴ്സ് ആണ് കൺസോണന്റ് ലെറ്റേഴ്സ്. മീൻസ് ബിയും സിയും അങ്ങനെയൊക്കെയുള്ള കൺസോണന്റ് ലെറ്റേഴ്സിന് മുൻപിൽ എന്താണ്? എയുമാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എൽ കെ ജിയിലൊക്കെ പഠിക്കും, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കും. വവൽ ലെറ്റേഴ്സ് വന്നാൽ അതിന് മുൻപിൽ ആനും അതേപോലെ കൺസോണന്റ് ലെറ്റേഴ്സ് വന്നാൽ എയും ഉപയോഗിക്കും. നമ്മുടെ മത്സര പരീക്ഷകളിൽ നമ്മൾ അങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് 90% ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? തെറ്റായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ഇങ്ങനെ ഓർത്തിരിക്കുക. നിങ്ങൾ മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. അതായത് ഏത് ലെറ്റേഴ്സ് വന്നാലും അല്ലെങ്കിൽ ഏത് വേർഡുകൾ വന്നാലും അബ്രീവിയേഷൻസ് ചുരുക്കെഴുത്തുകൾ വന്നാലും ഒക്കെ നിങ്ങൾ എന്താണ്? ഒന്ന് ഉച്ചരിച്ച് നോക്കുക, മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? ആ ഇ ഒക്കെയാണ് സ്വരാക്ഷരങ്ങൾ. അപ്പൊ മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ആ ഇ സ്വരാക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ അവയുടെ മുൻപിൽ എന്തുപയോഗിക്കുക? ആൻ ഉപയോഗിക്കുക. മീൻസ് ലെറ്റേഴ്സ് എന്തുമാകട്ടെ, സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് വവൽ ലെറ്ററോ കൺസോണന്റ് ലെറ്ററോ എന്തുമാകട്ടെ, ഉച്ചരിച്ച് നോക്കുക. നമുക്ക് വവൽ സൗണ്ട് കിട്ടിയാൽ അല്ലെ മലയാളത്തിൽ സ്വരാക്ഷരം കിട്ടിയാൽ അവിടെ ആൻ ഉപയോഗിക്കുക. ഇനി വ്യഞ്ജനാക്ഷരമാണെങ്കിൽ, വ്യഞ്ജനാക്ഷരം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ക ഇക്ക ഗ ഇക്ക നായാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്തും ഉപയോഗിക്കുക? എയും ഉപയോഗിക്കുക. ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ എക്സാമുകൾക്ക് നമുക്ക് മാർക്ക് മേടിക്കാം എയും ആനും. മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. അത് ലെറ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, വേർഡ്സ് ആയിക്കൊള്ളട്ടെ, അബ്രീവിയേഷൻസ് ആയിക്കൊള്ളട്ടെ, മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കിയിട്ട് സ്വരാക്ഷരമാണ് വവൽ സൗണ്ട് ആണെങ്കിൽ ആൻ ഉപയോഗിക്കുക. വ്യഞ്ജനാക്ഷരമാണ് കൺസോണന്റ് സൗണ്ട് ആണെങ്കിൽ അവിടെ എയും ഉപയോഗിക്കുക. ഇനി ഒന്ന് നോക്കാം. യൂറോപ്യൻ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവിടെ എന്താ കിട്ടുന്നത്? ഡാഷ് യൂറോപ്യൻ. യൂറോപ്യൻ യായല്ലേ? നമ്മൾ ഇതേപോലെ ലെറ്റർ നോക്കിയായിരുന്നെങ്കിൽ ഇവിടെ എന്താ? ഇ ആണ്. എ ഇ ഐ ഒ യു ഇ ആണ്. അവിടെ എന്തെഴുതിയാനെ? ആൻ എഴുതിയാനെ. പക്ഷെ ഉച്ചരിച്ച് നോക്കിയപ്പോൾ നമുക്ക് യൂറോപ്യൻ യായാണ് കിട്ടിയത്. യാ എന്ന് പറയുമ്പോൾ അത് യാരാലാവ കായ്ക്ക കായ്ക്കുന്ന വ്യഞ്ജനാക്ഷരമാണ്, കൺസോണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തുപയോഗിച്ചു? എ ഉപയോഗിച്ചു. അടുത്ത നോക്കേ, ഡാഷ് എം പി, എം പി, എം എൽ എ അതൊക്കെ എഴുതുമ്പോൾ എങ്ങനെയാ? അബ്രീവിയേഷനാ, ചുരുക്കെഴുത്താ. എം പി, എം പി. അപ്പൊ അവിടെ എന്താ? എം ആണ് വന്നിരിക്കുന്നത്. എ എവിടാ വരുന്നത്? യിലാണ്, സ്വരാക്ഷരത്തിലാണ്. സ്വരാക്ഷരമാണെങ്കിൽ ഉച്ചരിക്കുമ്പോൾ സ്വരാക്ഷരം വന്നാൽ അവിടെ എന്താണ്? ആൻ ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് ആൻ എം ബി എന്ന് യൂസ് ചെയ്തു. ഓക്കെ, ഉച്ചരിച്ച് നോക്കുക. സ്വരാക്ഷരമാണെങ്കിൽ ആൻ എഴുതുക, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എ എഴുതുക. അപ്പൊ നോക്കേ, ഇതൊക്കെ എന്താ? ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് വരുന്നാലും ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് എഫ് അങ്ങനെ ചോദിക്കാം. ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് എഫ്. ഇങ്ങനൊരു ലെറ്റർ വന്നാൽ നിങ്ങൾ എന്താ ഉച്ചരിച്ച് നോക്കുക? എഫ് ഉച്ചരിക്കുമ്പോൾ എ വന്നു. എ സ്വരാക്ഷരമാണ്. ആൻ എഫ്. ബി ഉച്ചരിച്ചപ്പോൾ ബായാണ് വന്നത്. അത് ലെറ്റർ നോക്കിയാലും കൺസോണന്റ് ആണ്, ഉച്ചരിച്ച് നോക്കിയാലും എന്താണ്? ബാ വ്യഞ്ജനാക്ഷരമാണ്. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ ബി. കെ അവിടെയും കായാണ് വന്നത്. എ കെ. എച്ച് ഉച്ചരിച്ചപ്പോൾ എ വന്നു. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആൻ ഉപയോഗിക്കാം. അപ്പൊ ലെറ്റേഴ്സ് വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി കുറച്ച് വേർഡുകൾ. ഡാഷ് അവർ, ഡാഷ് ഓണർ, ഡാഷ് ഓണസ്റ്റ്, ഡാഷ് എർ, ഡാഷ് എർലൂം, ഡാഷ് എറസ്. ഇതൊക്കെ നോക്കേ, ഇവിടെയൊക്കെ എച്ചിലാണ്. ഇവയൊക്കെ എന്താണ്? എച്ച് എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എച്ചിൽ ആരംഭിച്ചാലും ഇവിടെയൊക്കെ എച്ച് എന്താണ്? സൈലന്റ് ആണ്. ഇത് നമ്മൾ ഹവർ എന്നാണ് ഉച്ചരിക്കുന്നത്, അവർ എന്നാണ് ഉച്ചരിക്കുന്നത്. അപ്പൊ ആയാണ് വരുന്നത്. ആൻ അവർ എന്നാണ് എഴുതുന്നത്. ആൻ ഇത് എന്താ? ഹോണർ ആണോ? ഓണർ ആണ്. സ്വരാക്ഷരമാണ്.
ആൻ ഓണർ, ആൻ ഓണസ്റ്റ്. ഇത് HEIR, എ അല്ല HE ആണ്. ഇത് എന്നാണ് ഉച്ചരിക്കുന്നത്. അവകാശി, അവകാശി. അപ്പൊ എന്താ അവിടെയും എ ആണ് വന്നത്. ആൻ heirloom, ആൻ heiress, ആൻ ഓണറബിൾ, ആൻ ഓണററി. ഇവിടെയൊക്കെ എന്താണ് എച്ചിലാണ് ഇവയൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. എച്ചൊക്കെ ഇവിടെ സൈലന്റ് ആണ്. ഇവിടെയൊക്കെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് എന്താ സ്വരാക്ഷരങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ എന്തെഴുതി? ആൻ എഴുതി. ഓക്കെ. ഡാഷ് യൂണിവേഴ്സിറ്റി, ഡാഷ് യൂണിയൻ, ഡാഷ് യൂണിറ്റ്, ഡാഷ് യൂണിറ്റി, ഡാഷ് യൂസ്ഫുൾ, ഡാഷ് യൂറോപ്പിന് ഇപ്പൊ എഴുതിയതാ. ഡാഷ് EWE, ഡാഷ് ONE. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെയൊക്കെ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്. ഡാഷ് യൂണിവേഴ്സിറ്റി. അപ്പൊ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ടോ, യുയിലും ഇയിലും ഓയിലും ഒക്കെയാണ്. AEIOUലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉച്ചാരണം നോക്കേ. യൂണിവേഴ്സിറ്റി യായാണ്, സ്വരാക്ഷരമാണ്. എ യൂണിവേഴ്സിറ്റി, യൂണിയൻ, എ യൂണിയൻ, എ യൂണിറ്റ്, എ യൂണിറ്റി, എ യൂസ്ഫുൾ, എ യൂണിഫോം, എ യുനാനിമസ്, എ യൂണിക്കോൺ, എ യൂണിക് കാമറൽ. ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഇതെങ്ങനെ വായിക്കും? CSEBക്കും PSCക്കും SSCക്കും ഏത് മത്സര പരീക്ഷയുണ്ടോ ഈ ഒരു ഹെഡിൽ നിന്നും, ആർട്ടിക്കിൾ എന്ന ഹെഡിൽ നിന്നും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് EWE. എങ്ങനെയാ വായിക്കുന്നത്? ഈവൻ അല്ല, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ യു ആണ് കേട്ടോ. യുവ് എന്നാണ് ഉച്ചരിക്കുന്നത്. പെണ്ണാട് എന്നാണ്. അപ്പൊ എന്താ? EWE യുവ്, യായാണ്. അവിടെയും എന്തെഴുതാം? എ യുവ്. ONE എങ്ങനെയാ ഉച്ചരിക്കുന്നത്? വൺ എന്നാണ്. ONE വൺ ആണ്. അപ്പൊ അവിടെയും എന്താണ്? A1 എന്നാണ്. ONE വൺ, വായാണ്. A1 എന്നാണ് ഉച്ചരിക്കേണ്ടുന്നത്. ഓക്കെ. ഇനി അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകൾ വരുമെന്ന് പറഞ്ഞില്ലയോ? ഡാഷ് MLA, ഡാഷ് MB ക്വസ്റ്റ്യൻ വന്നു. ഡാഷ് SSLC ബുക്ക്, ഡാഷ് STD ബൂത്ത്, ഡാഷ് എക്സ്റേ, ഡാഷ് LLB സ്റ്റുഡൻറ്, ഡാഷ് RDO, ഡാഷ് WWF പ്രോജക്റ്റ്, ഡാഷ് VIP. ഓക്കെ. ഡാഷ് MLA ഉച്ചരിക്കുമ്പോൾ ഇതൊക്കെ എന്താ? അബ്രീവിയേഷൻസ് ആണ്, ചുരുക്കെഴുത്തുകളാണ്. ഇവ വരുമ്പോഴും നിങ്ങൾ എന്ത് തന്നെയാണ്? വായിച്ചു നോക്കി തന്നെ എഴുതുക. ഇതേ ഹെഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നു. MLA, M ആണ് വരുന്നത്. അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? M എന്ന ലെറ്റർ AEIOU ഒഴികെയുള്ള ലെറ്റർ ആണ്, കൺസോണന്റ് ലെറ്റർ ആണ്. A ഉപയോഗിക്കാമെന്ന് പഠിച്ചു വെക്കരുത്. ഇവിടെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് സ്വരാക്ഷരമാണ് കിട്ടുന്നത്. വവൽ സൗണ്ട് ആണ്. A വന്നു, MLA എന്നാണ്. സോ നമുക്ക് എന്തെഴുതാം? ആൻ MLA, ആൻ MP, ആൻ SSLC ബുക്ക്, ആൻ STD ബൂത്ത്, ആൻ എക്സ്റേ, ആൻ LLB, ആൻ RDO, ആൻ SIO പോലീസ്, ആൻ HS സ്കൂള്, ആൻ NCC കേഡറ്റ്, ആൻ LD ക്ലർക്ക്. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡാഷ് WWF പ്രോജക്റ്റ്. അവിടെ നോക്കേ, ഉച്ചരിച്ച് നോക്കിയാലും എന്താണ്? WAEIOU ഒഴികെയുള്ള ലെറ്റർ ആണ്. ഇനി നമ്മൾ പറഞ്ഞു നോക്കിയാലും എന്താ? ഡാ വരുന്നു, ഡപ്പിയുടെ ഡാ വരുന്നു. കായ്ക്കുകയാണ്. AWWF പ്രോജക്റ്റ്. ഇവിടെ നോക്കിയാൽ VIP, അത് ലെറ്റർ നോക്കിയാലും ഉച്ചരിച്ച് നോക്കിയാലും സെയിം ആണ്, വായാണ് വരുന്നത്. എന്താണ്? VIP എന്ന് എഴുതാം. അപ്പം ലെറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഉച്ചാരണവും പ്രൊനൗൺസിയേഷനും അതേപോലെ ലെറ്ററും എന്താണ്? വവ്വലും കൺസോണന്റും ഒക്കെ ആണെങ്കിലും എന്തൊക്കെ എങ്ങനെ കടന്നാലും എന്താ? നിങ്ങൾ ഇങ്ങനെ നോക്കുക, ഉച്ചരിച്ച് നോക്കുക. ഉച്ചാരണത്തിനനുസരിച്ച് വവൽ ലെറ്റേഴ്സും കൺസോണന്റ് ലെറ്റേഴ്സും ഒന്നും നോക്കണ്ട. ഉച്ചാരണത്തിനനുസരിച്ച് സ്വരാക്ഷരമാണെങ്കിൽ ആൻ എഴുതുക, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എ എഴുതുക. ഇപ്പൊ നമ്മളൊരു 15 ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ പാറ്റേൺ 20 ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യനകത്ത് കൂടുതലും ടെൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്താണ് ഇതേപോലെ കൊണ്ടുവന്ന് ഓരോ പാർട്ടായിട്ട് ക്ലാസ്സുകൾ അങ്ങോട്ട് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. കറക്റ്റായിട്ട് പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്താണ് CCB ക്ലർക്കായിട്ട് കയറാൻ പറ്റും. അതിനനുസരിച്ച് ഓരോ ക്ലാസ്സുകളും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.